BOT, ബാച്ചുലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി. നമ്മുടെ ഈ പറയുന്ന എൻക്വയറിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഓരോരോ കോഴ്സിന്റെ ഡീറ്റെയിൽസും ക്യാമ്പസിന്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്ന സ്റ്റുഡൻസ് ബേസിക്കലി ഒരുപാട് ആൾക്കാർ ഒരു കൺക്ലൂസീവ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടികൾ പറയുന്നതാണ്, ചേട്ടാ നീ ശരിക്കും BOT ആയിരുന്നു താല്പര്യം, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആവാനായിരുന്നു താല്പര്യം, പക്ഷെ ഒരു നല്ല ക്യാമ്പസ് കിട്ടിയില്ല. നല്ല ക്യാമ്പസുകളെല്ലാം ഹെക്ടിക് ആയിട്ടുള്ള ഫീസാണ്. ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാമ്പസുകളെല്ലാം IOTയുടെ അല്ലെങ്കിൽ WFOTയുടെ അംഗീകാരം ഇല്ലാത്തതാണ്. റൈറ്റ്, ബിക്കോസ് WFOTയുടെ IOTയുടെ ഒക്കെ അപ്രൂവൽ ഒരു BOT ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പൊ അത്തരത്തിലുള്ള ക്യാമ്പസുകൾ വളരെ കുറവാണ്. ഉള്ള ക്യാമ്പസുകളാണെന്നുണ്ടെങ്കിൽ ഹെക്ടിക് ആയിട്ടുള്ള ഫീസുമാണ്. അപ്പോൾ ഈ പറയുന്ന BOT എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് DM ചെയ്യാം. നമ്മൾ തന്നെ ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. BOT ബേസിക്കലി ഈ പറയുന്ന എന്താണ് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ, ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, ഓട്ടിസം ഉള്ള ആൾക്കാരെ, ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റിക്കവർ ചെയ്യാനും ഹീൽ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആതുര സേവനത്തിൽ അത്രത്തോളം റെപ്യൂട്ടഡ് ആയിട്ടുള്ള വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ഏറ്റവും പ്രൂഫ് ആയിട്ടുള്ള കോഴ്സാണ്. BOTക്കൊക്കെ അത്രത്തോളം സാധ്യതകളാണ് വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത്. BOT എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്കൊരിക്കലും ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പസുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന IOTയുടെയും WFOTയുടെയും ഒന്നും അംഗീകാരമില്ലാത്തതുമാണ്. അല്ല, രേവതി ഇൻസ്റ്റിറ്റ്യൂഷൻ, കോയമ്പത്തൂരിനടുത്തുള്ള രേവതി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് ബേസിക്കലി ഒരു ഒക്കുപേഷണൽ തെറാപ്പി ക്യാമ്പസ് ആണ്. അതുപോലെ ഫിസിയോതെറാപ്പി ക്യാമ്പസ് ആണ്. ഈ കോഴ്സസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഇത്തരത്തിലുള്ള കോഴ്സിന് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് 1.5 ലക്ഷം റേഞ്ചിൽ ഇയർലി ഫീസൊക്കെ വരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ BPT, BOT പോലുള്ള BSc നഴ്സിംഗ് പോലുള്ള കോഴ്സസ് പഠിക്കാനായിട്ട് ഒരു അടിപൊളി ഓപ്ഷനാണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് മേളിൽ കാണുന്ന നമ്പേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കോഴ്സിനെ പറ്റിയിട്ടും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്സ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കോഴ്സിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ ഈ പറയുന്ന ക്യാമ്പസിന് WFOTയുടെ അംഗീകാരമുണ്ട്, IOTയുടെ അപ്രൂവൽ ഉണ്ട്, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഓറിയന്റഡും ആണ്. അപ്പോൾ എന്താ പറയുക, ഇത് മൂന്നും കൂടെ ഒത്തുവരുന്ന ക്യാമ്പസ് വളരെ റെയർ ആണ്. അതുപോലെ തന്നെ ഉള്ള ക്യാമ്പസുകളെ പറ്റിയിട്ട് കുട്ടികൾ അത്ര അവയർഡ് അല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ. സോ clarity before commitment. Thank you.